ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. ഏറെ ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങളെല്ലാം ഇഖ്ലാസോടുകൂടി സ്വീകരിക്കുമാറാകട്ടെ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്കിങ്ങനെ വായിക്കുവാൻ കഴിയും. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യൻസിലു റബ്ബുനാ തബാറക വതആല കുല്ല ലൈലത്തിൻ ഇല സമാഇ ദുനിയ ഹീന യബ്ഖാ സുലുസുൽ ലൈലിൽ ആഖിർ. നമ്മുടെ റബ്ബ് അവൻ ഉന്നതനും അനുഗ്രഹീതനുമായിരിക്കുന്നു. എല്ലാ രാത്രിയിലും രാത്രിയുടെ അവസാനത്തെ മൂന്നിലൊന്ന് സമയം അവശേഷിക്കുമ്പോൾ ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങും. അഥവാ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഇറങ്ങി വന്ന് യഖൂൽ, അല്ലാഹു പറയും, മയ്യദഊനി ഫഅസ്തജീബ ലഹു, എന്നോട് ആര് പ്രാർത്ഥിക്കുന്നുവോ ഞാൻ അവന് ഉത്തരം നൽകും. മയ്യസ്അലുനി ഫഉഅതിയഹു, എന്നോട് ആര് കാര്യങ്ങൾ ചോദിക്കുന്നുവോ അത് ഞാൻ അവന് നൽകും. മയ്യസ്തഗ്ഫിറുനി ഫഅഗ്ഫിറ ലഹു, ആര് എന്നോട് പാപമോചനം നടത്തുന്നുവോ ഞാൻ അവന് പുറത്തു കൊടുക്കും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുകയാണ്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കേണ്ടതും നമ്മൾ സദാ പരിശ്രമിക്കേണ്ടതുമായ ഗൗരവപ്പെട്ട വിഷയങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുന്നത്. ഇത് റമദാനിലും അല്ലാത്തപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വന്നുകൊണ്ട് ചോദിക്കുകയാണ്, അടിമകളെ, ആരെങ്കിലും ഉണ്ടോ? ഞാൻ പുറത്തു തരാം. എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഞാൻ ചെയ്തു തരാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാം ആകാശത്ത് വന്ന് നമ്മളോട് ചോദിക്കുമെന്ന് പറയുമ്പോൾ ആ ഒരു വിഷയത്തിൽ നമ്മൾ ഈ ഒരു കാലത്തോളം ഈ ദുനിയാവിൽ ജീവിച്ച് ഏതെങ്കിലും ഒരു അവസരത്തിൽ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടതുണ്ട്. ഇല്ല എങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ അത് ആരംഭിക്കേണ്ടതുണ്ട്. നമ്മുടെ പാപങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരും. ആ രൂപത്തിൽ നമ്മൾ നീങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഈ ഹദീസിൽ സൂചിപ്പിച്ചതുപോലെ അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാൻ, പാപമോചനം നടത്തുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.